ഇന്നത്തെ യാത്ര ശരിക്കും അമ്പലപ്പുഴയിലേക്കാണ്. അപ്പോൾ കാലത്ത് തന്നെ ഒരു 5:30 പോന്നു. ഇപ്പോൾ ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റുമാനൂർ തൊഴുതേച്ച് ഇവിടുന്ന് കുറച്ച് പോയി ചങ്ങനാശ്ശേരിക്ക് മുമ്പ് കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു കാവുണ്ട്. അത് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും പോവും. അത് കഴിഞ്ഞ് ചക്കുളത്താവി പോവും. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് അമ്പലപ്പുഴ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇട്ടേക്കണേ. ഏതായാലും നമ്മൾക്ക് ആദ്യമായിട്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചെറിയ വഴിയെ മിക്കവാറും ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര ബ്ലോക്ക് ഇവിടുന്ന് ഉള്ള വണ്ടികൾ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ 10, 15, 20 മിനിറ്റൊക്കെ അവിടെ സമയം ഏറ്റുമാനൂരിൽ നിന്ന് കടന്നു പോകാനായിട്ടുണ്ട്. ആ ബ്ലോക്ക് ആവുന്ന ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടായാലും നമ്മൾ ഏറ്റുമാനൂരിൻ്റെ ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ജർക്കിങ്, അവിടെയൊക്കെ എന്തൊക്കെയോ മിറ്റിലൊക്കെ ഇളകി കിടക്കുന്ന പോലെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതായത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നേരെ പുറകിലായിട്ട് കാണുന്നതാണ് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ ഏറ്റുമാനൂരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, 108 ശിവാലയങ്ങളിൽ പെട്ട ഒരു പ്രമുഖ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അതായത് 108 ശിവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളാണ് നമ്മൾ അത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 1.5 മാസം മുമ്പായിരുന്നു കേട്ടോ ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഈ ഏറ്റുമാനൂർ, കടത്തുരുത്തി, വൈക്കം, ഈ 3 ക്ഷേത്രങ്ങളിലെ ആ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് ഒരു രസകരമായിട്ടുള്ള ഐതിഹ്യമുണ്ട്. അതായത് അതൊരു ആ സ്ഥലനാമ വരുന്ന കഥ കൂടിയാണ്. ആ കടത്തുരുത്തി എന്ന പറഞ്ഞ സ്ഥലത്തിൽ, അതായത് പരശുരാമൻ്റെ ഇടത്തെ ഒരു കയ്യിൽ ഏറ്റുമാനൂരപ്പനും ഒരു കയ്യിൽ വൈക്കത്തപ്പനും, അവരെ രണ്ടും പ്രതിഷ്ഠിക്കുന്ന സമയത്ത് തന്നെ കടിച്ചു പിടിച്ച് കടത്തുരുത്തിയിലും പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് കടിച്ചിരുത്തിയ സ്ഥലം കടത്തുരുത്തി എന്ന ആ ഒരു പേര് വന്നത്. ഏതായാലും ഞങ്ങളത് കഴിഞ്ഞ് നേരെ കുറിച്ചിയിലെ ആ ചെറിയ അമ്പലത്തിലും പോയച്ച് തിരിച്ച് വരുന്ന വഴിയാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഒരിച്ചിരി താമസമൊക്കെ ആയി. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശമൊന്നും കിട്ടിയില്ല. കാരണം ഇപ്പോൾ തന്നെ മണി ഏകദേശം 9 മണിയോളമായിരിക്കുന്നു. ഏതായാലും അവിടെ പോയപ്പോൾ അവിടെ ഉത്സവമായിരുന്നു. അന്ന് ആറാട്ട് ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ. ആ ആറാട്ട് ദിവസം ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നതല്ല. അതായത് അവിടെ മേടത്തിലെ ഭരണിയായിരുന്നു അവിടെ ഉത്സവം. അപ്പോൾ ഇന്നുമൊക്കെ ആയിട്ടാണ് എൻ്റെ മെയിൻ ചടങ്ങുകളും കാര്യങ്ങളും ആറാട്ടും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളവിടെ കാലത്ത് പോയി ചെന്നു, തൊഴുത് നമ്മൾ അത്യാവശ്യം വഴിപാടൊക്കെ കഴിച്ച് നേരെ MC റോഡിലേക്ക്. ഈ ഒരു സ്ഥലമാണ് കുറിച്ചി ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം നമ്മൾ റൈറ്റിലേക്ക് കയറി പോയാലാണ് ഈ പറഞ്ഞ ഒരു അമ്പലം. എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ചങ്ങനാശ്ശേരിയുടെ ബ്ലോക്കുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ചില സമയത്ത് നല്ലോണം ബ്ലോക്കാവുന്ന സ്ഥലം കേട്ടോ. അതായത് സെൻറ്റ് ബെർമാൻസ് കോളേജിൻ്റെ ആ ഗേറ്റിൻ്റെ കാഴ്ചകളിലൊക്കെയാണ്. അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ബെർമാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോളേജാണ് ചങ്ങനാശ്ശേരിയിലെ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് മാർക്കറ്റ് ചങ്ങനാശ്ശേരിയിലെ, അതായത് ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ, ചന്തകളിലൊന്നാണ് ബ്രിട്ടീഷ് മാർക്കറ്റ്. അതായത് വള്ളത്തിലൊക്കെ അവിടെ മിക്കവാറും നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് കൊണ്ടുവരും. അവിടെ വരുന്നതായിട്ടും തിരിച്ച് വള്ളത്തിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതായിട്ടുമൊക്കെ കച്ചവട സാധ്യതകളൊക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ ബ്രിട്ടീഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യമായിട്ട് അവിടെ പോയിട്ടുണ്ടെന്ന് ഒരു കാര്യത്തിലായിട്ട്. ഏതായാലും അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടുന്ന് ഇപ്പോൾ ആ ജംഗ്ഷൻ നമ്മൾ കറക്റ്റ് ചങ്ങനാശ്ശേരിയിൽ നടുവിലുള്ള ജംഗ്ഷനിൽ സിഗ്നലിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു കുറച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്ന പെരുന്ന ആണ്. അതായത് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനമായിട്ടുള്ള ഇതാണ്. ഈ കാണുന്ന ആ ഒരു ബിൽഡിങ്ങാണ് NSSൻ്റെ ആസ്ഥാന മന്ദിരം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ട് നേരെ ഈ ചക്കുളത്താവിലേക്കുള്ള യാത്രയ്ക്ക് എടുക്കുകയാണ്. കാരണം ഒരു പ്രത്യേക, ഞാൻ പറഞ്ഞില്ലേ, ഒരു പിങ്ക് കളറിലാണ് NSSൻ്റെ എല്ലാ ആ
പെരുന്നേല് മൊത്തത്തിൽ ഉള്ള ഒരു സംഭവങ്ങളുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇനി ചക്കുളത്താവിലേക്കുള്ള യാത്രയാണ്. ഒരു 3 കിലോമീറ്റർ ഇവിടുന്ന് കഴിയുമ്പോൾ, ഈ പെരുന്നേന്ന് 3 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഇടിഞ്ഞിരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് തിരുവല്ല ടൗൺ ടച്ച് ചെയ്യാതെ പോകാം. ചില സമയത്ത് തിരുവല്ല ടൗണൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആകുന്നുണ്ട്. പ്രത്യേകിച്ചും തിങ്കളാഴ്ചയൊക്കെ ആയതുകൊണ്ട് എന്താണ് ഒരു അവസ്ഥ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും എല്ലാ വണ്ടികളും അങ്ങോട്ട് പോകുന്ന എല്ലാ വണ്ടികളും, കാരണം ഈ ഒരു റോഡ് തെളിഞ്ഞേ പിന്നെ നേരെ കാവുഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. നേരത്തെ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ഇടിഞ്ഞെല്ലാം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തിൻ്റെ കുറേ പുതുക്കി പണിയിലൊക്കെ ആയിട്ട് കുറേ നാളുകൾ ഇതിലെ വണ്ടി ഓടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇവിടുന്ന് ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഒരു 2-2.5-3 കിലോമീറ്ററോളം ചെല്ലുമ്പോഴത്തേക്കും കാവുഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്തും അത് അപ്പോഴത്തേക്കും തിരുവല്ല കഴിഞ്ഞ് നമ്മൾ അമ്പലപ്പുഴയ്ക്കുള്ള റോഡിലേക്ക്, അമ്പലപ്പുഴ അതേപോലെ തന്നെ ഹരിപ്പാട്, മാവേലിക്കര ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ഏതായാലും ഇതാണ് കാവുഭാഗം എന്ന് പറഞ്ഞാൽ. ഈ കാവുഭാഗം കഴിഞ്ഞ് ഏകദേശം ഒരു 7-8 കിലോമീറ്ററോടെയാണ്, 7-8 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ആണ് ഈ നമ്മുടെ നീരാറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ഈ നീരാറ്റുപുറത്താണ് നമ്മുടെ ചക്കുളത്താവുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് വേണ്ടി പൊടിയാടി എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ മാവേലിക്കര സൈഡിലേക്ക് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഹരിപ്പാട് പോകാം, അതുപോലെ തന്നെ അമ്പലപ്പുഴ പോകാം. അതിന് തൊട്ട് മുമ്പാണ് ഒരു 3-4 കിലോ ഇടത്ത് പോകാം. അപ്പോൾ ഇതിനൊക്കെ ഒരു 4-5 കിലോമീറ്റർ മുമ്പാണ് ഈ നീരാറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് നമ്മുടെ ചക്കുളത്താവ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഒരു കുറച്ച് നേരത്തെ ഒരു താമസം ഇവിടെ വന്നു. ഏതായാലും ഒരു 1/4 മിനിറ്റോളം ഏകദേശം ഇവിടെ സിഗ്നൽ നമുക്കൊന്ന് പാസ് ചെയ്ത് പോകാനായിട്ട്. സിഗ്നൽ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മുടെ ചക്കുളത്താവ് ദേവീക്ഷേത്രം. അതായത് ആദിപരാശക്തി പ്രതിഷ്ഠയാണ്. അതായത് വനദുർഗാ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ ഏതായാലും തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി യാത്രയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.